നമസ്കാരം, മർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കിഡ്ലോൾക്കിടൻ ട്രിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ വാട്സപ്പിൽ ഹൈ ക്വാളിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്വന്തം സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിനും അതുപോലെ നമ്മൾ ഫോണൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നതിനും അതുപോലെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നടന്നു പോകാനൊക്കെ പറ്റുന്ന കുറേ കിടിലൻ ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കരുത്. അത് നമുക്ക് തരുന്ന ഒരു ഭയങ്കര മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ എങ്ങനെ ഹൈ ക്വാളിറ്റി സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാമെന്നാണ്. നമുക്കറിയാം, ഒരു വലിയ സൈസിലുള്ള വീഡിയോ എടുത്തിട്ട് വാട്സപ്പിലോട്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ പല ആപ്ലിക്കേഷനും ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്വാളിറ്റി ലോസിലാണ്, അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞാണ് നമുക്ക് അത് സ്റ്റാറ്റസ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്ക് വെല്ലോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നമുക്ക് ഹൈ ക്വാളിറ്റി സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, വാട്സപ്പിലാണെങ്കിലും ടെലിഗ്രാമിലൊക്കെ ആണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ഹൈ ക്വാളിറ്റി വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഹൈ ക്വാളിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റാറ്റസ് ഉണ്ടെങ്കിലൊക്കെ വെല്ലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു പേരിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രോ വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടും. പക്ഷേ ഫ്രീയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സെലക്ട് ഇമേജ്, വീഡിയോ, സെറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സെറ്റിംഗ്സിലോട്ട് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആക്കി 1 സെക്കൻഡ് ആയിട്ടോ 15 സെക്കൻഡ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 15 സെക്കൻഡ് ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിൽ 30 ആയിട്ടോ. പിന്നെ നിങ്ങൾക്ക് 30 മിനിറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ താഴെ ഓട്ടോ സേവ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രീമിയം പോവുകയാണെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ കുറച്ചുകൂടെ കൂട്ടി നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. പക്ഷെ അത് ഇപ്പോൾ പൈസ കൊടുത്താലും മേടിക്കാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോ പ്ലേ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് പ്രോസസ്സായിട്ട് വരുന്നതാണ്. ഒരുപാട് സമയമൊന്നുമില്ല, 2-3 സെക്കൻഡ് മാത്രം എടുത്താൽ മതി. അതിനുശേഷം വളരെ ക്വാളിറ്റിയിൽ ഫുൾ സ്ക്രീനായിട്ട് നമുക്കിത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിക്കാണിത് റെൻഡറായി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെല്ലോ ഒന്ന് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളി ക്വാളിറ്റി വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാൻ മെല്ലോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് സൈസ് കുറയ്ക്കും, പക്ഷേ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്വന്തമായിട്ട് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കളിപ്പിക്കാനൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ തന്നെ സ്റ്റിക്കറായി വരുന്ന ഒരു കിടലൻ ആപ്ലിക്കേഷനാണ്. സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആദ്യമായിട്ട് ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ പാക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾ ഒരു പേര് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഓതറിൻ്റെ ഒരു പേര് കൂടി കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഗാലറി പോയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിലും ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി. അതിനുശേഷം സ്മാർട്ട് സെലക്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള 5-8 ഫോട്ടോസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ആഡ് ടു വാട്സപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റിക്കറിൻ്റെ സെക്ഷനിൽ വന്ന് ഈ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ആഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് സാധിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകത ഒറ്റ ക്ലിക്ക് മാത്രം മതി, തന്നെ ഫോട്ടോ കൊടുത്ത് വാട്സപ്പ് സ്റ്റിക്കറാക്കി തരും. നമ്മളൊരു കഷ്ടപ്പെട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അടുത്തൊരു ട്രിക്കിലേക്ക് മുമ്പായിട്ട് റോയൽ വിന്നെ കുറിച്ച് പറയാനുണ്ട്. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് സിമ്പിളായിട്ട് ഗെയിം കളിച്ച്, അതായത് ഓർഡർ ഇവന്റ് ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് റോയൽ വിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ താഴെ പോയി ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് പോലത്തെ ഗെയിമാണ്. നിങ്ങൾ പൈസ ഒന്നും ഇടണ്ട, ഡെയിലി നിങ്ങൾക്ക് കളിക്കുന്നുള്ള പൈസ കമ്പനി തന്നെ നൽകും. ആ പൈസ വെച്ച് കളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് വരിക, നിങ്ങൾക്ക് മണി ട്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓർഡർ
ഈവൻ ലാർജ് മീഡിയം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായാലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓടോ ഇവൻ ആയാലും സെലക്ട് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് അവർ തന്നെ ക്യാഷ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ആപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗെയിമാണ് റോയൽ വിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് ട്രിക്കുകളാണ്. അതായത് നിങ്ങൾക്ക് വാട്സപ്പിൽ എന്താ പറയുക, ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും വാട്സപ്പ് ഓപ്പൺ ആയി വരും. അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മുടെ റോഡ് കണ്ടുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അതുപോലെ സേവ് ചെയ്യാത്തൊരു നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനോട് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ചെറിയൊരു സൈസ് മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഞാനൊരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് വന്നാൽ നിങ്ങളുടെ കൂട്ടുകാരെ അയച്ച് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വായിക്കാനുള്ള ഒരു ഫീച്ചർ കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഫീച്ചർ നൽകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് വരുന്ന സ്റ്റാറ്റസുകളെല്ലാം സേവ് ചെയ്യുന്നുള്ള ഒരു ഫീച്ചർ നൽകുന്നുണ്ട്. മൂന്നാമത്തെ ഫീച്ചർ വാട്സപ്പിൻ്റെ വെബ് സെർച്ച് ചെയ്യുന്നുള്ള ഫീച്ചർ നൽകുന്നുണ്ട്. നാലാമത്തെ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമുക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങൾ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ക്ലീനർ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ടായാലും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി നമുക്ക് വാട്സപ്പിലുള്ള എല്ലാ ആവശ്യമില്ലാത്ത ഫയലുകളെയും നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്ത അഞ്ചാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ അടിച്ചു കൊടുത്ത ഒറ്റ ക്ലിക്കിൽ നമുക്ക് സേവ് ചെയ്യാതെ ചാറ്റ് ചെയ്യാൻ പറ്റും. ആറാമത്തെ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അത് ഓൺ ആക്കിയിടുവാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ആയിട്ട് നമുക്ക് താഴത്തെ കാര്യങ്ങൾ കാണാം. അപ്പം നടന്നു നമ്മൾ നോർമലി ടൈപ്പ് ചെയ്ത് നമ്മളതിനും കുഴിയിൽ പോയി ചാടില്ല. ഇത് പക്ഷേ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് പോകാം. നമുക്ക് നമ്മുടെ താഴെ റോഡിലോട്ട് നടന്നു പോകുകയാണെങ്കിൽ റോഡ് കാണാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. കിടിലൻ ഫീച്ചറാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേക്ക് ചാറ്റോ ഫേക്ക് കോളോ ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നിങ്ങളുടെ കാമുകി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ, കാമുകിയല്ല നിങ്ങളുടെ ക്രഷോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നിങ്ങൾ പുറം നടക്കുന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സിനിമാടിയൊക്കെ നിങ്ങൾക്ക് ഫേക്കായിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനോ കോള് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറേ ഇമോജീസ് സെറ്റ് ചെയ്യാൻ, അതായത് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മളൊരു വേർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഇമോജിയൊക്കെ ആക്കി തരാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് റിപ്പീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് റിപ്പീറ്റർ ഇമോജി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുവാണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുക. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഫോണിൽ നിന്ന് ഷെയ്ക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ വാട്സപ്പ് ഓപ്പൺ ആയി വരുന്നൊരു ഫീച്ചർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വാട്സപ്പിൽ തന്നെ നമുക്ക് ഒരു ഗാലറി ആയിട്ട് കാണാനും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ട്രിക്കുകളെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും 3 ആപ്ലിക്കേഷൻ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊരു വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.